ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാൻ പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് നീക്കം. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്തേക്കും. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു. അതിനിടെ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തി ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്തിയത് പത്മകുമാറാണെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് SITയുടെ നീക്കം. ആതിര രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ആതിര, പോറ്റിയെ സംബന്ധിച്ച് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്, മറ്റൊരു കേസിൽ സ്വാഭാവിക ജാമ്യത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ കേസുകൾ പോറ്റിക്കെതിരെ വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം പത്മകുമാറിന്റെ ആ രേഖകൾ, അതായത് SIT അതിന്റെ ശാസ്ത്രീയ പരിശോധന കൂടി നടത്തുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരിക. അഖില, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതായാലും ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിൽ തുടരുന്നത്. ഈ ഫെബ്രുവരി 2 ആ കേസിലും 90 ദിവസം പൂർത്തിയാകും. പക്ഷേ അപ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം വൈകുന്നു എന്നുള്ളതാണ്. ആ കുറ്റപത്രം അതിനുള്ളിൽ എന്തായാലും സമർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാനുള്ള സ്വാഭാവിക ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങാനുള്ള സാഹചര്യമാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ സർക്കാരിനെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. നേരത്തെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ഓരോരുത്തർക്കായിട്ട് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഏതായാലും നേരത്തെ തന്നെ തിരുവനന്തപുരത്തെ പല സ്റ്റേഷനുകളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിരവധി പരാതികളുണ്ട്. ആ പരാതികളിലൊക്കെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ചെക്ക് കേസ് മുതലായ കേസുകളൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ചു കഴിഞ്ഞാലും പുറത്തു വരാതിരിക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ ഉൾപ്പെടെ ആ പരാതികളിൽ ഉൾപ്പെടെ കേസെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യത പോലീസ് ഏതായാലും അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഏതായാലും കേസെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു വേളയാണ്. ഈ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അതിൽ CPMന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും സർക്കാർ SITക്ക് മേൽ സ്വാധീനം ചെലുത്തുന്നു എന്ന ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ SITയിൽ വിശ്വാസമില്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇത് വലിയ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മറ്റ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യത പോലീസ് ഏതായാലും അന്വേഷിക്കുന്നത്. പക്ഷേ ഇത് വളരെ മുൻപ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ പല സ്റ്റേഷനുകളിലായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെയാണ് സോണിയാഗാന്ധി അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പല പരിപാടികളിലും പങ്കെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ പരാതികളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകൾ വന്ന് ഇത്ര ദിവസമായി. ഇനിയിപ്പോൾ മറ്റൊരു കേസിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ കഴിയുന്ന കേസിൽ 90 ദിവസത്തിനുള്ളിൽ ഏതായാലും കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയില്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ കേസുകളിൽ കൂടി ആ പരാതികളിൽ കൂടി കേസെടുക്കാനുള്ളൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ മിനിറ്റ്സ് തിരുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കയ്യക്ഷരത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താനും പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ഏതായാലും നീങ്ങിയിട്ടുണ്ട്. കാരണം അത്തരത്തിലൊരു തെളിവ് പത്മകുമാറാണ് ഈ സ്വർണം ചെമ്പ് എന്ന രീതിയിൽ ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ കയ്യക്ഷരം പത്മകുമാറിൻ്റെതാണോ എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കൃത്യമായൊരു വ്യക്തമായൊരു തെളിവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് അതിലൊരു വ്യക്തത തേടാനും പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അതിനുവേണ്ടി പത്മകുമാറിന്റെ കയ്യക്ഷരത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിളുകളുമായി ഒത്തുനോക്കി ശാസ്ത്രീയ പരിശോധന ഏതായാലും പൂർത്തിയാക്കുന്നതായിരിക്കും. കാരണം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഏതായാലും ഇനിയും വൈകാനുള്ളൊരു സാധ്യതയാണുള്ളത്. ആ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് കൃത്യമായ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിലേക്ക് പോലീസ് ഏതായാലും നീങ്ങിയിരിക്കുന്നത്. ഏതായാലും കുറ്റപത്രം
കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരുൾപ്പെടെയാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ഈ പ്രോസിക്യൂഷന്റെ അനുമതി വേണം. അത് സർക്കാരിന്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഒക്കെ ഉൾപ്പെടെ അനുമതി ആവശ്യമാണ്. ഈ അനുമതിയൊക്കെ കിട്ടിയാൽ മാത്രമേ കുറ്റപത്രം ഏതായാലും സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഏതായാലും കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുന്നത് വൈകും. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മറ്റ് പരാതികളിൽ മുമ്പുണ്ടായിരുന്ന പരാതികളിൽ കേസെടുക്കാനും എ പത്മകുമാറിന്റെ കൈയക്ഷരത്തിന്റെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്താനുമുള്ളൊരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, ആതിര രാധാകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.